മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൽ ജില്ലയിലെ മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ട കട്ടപ്പന നഗരസഭ. മികച്ച നഗരസഭ, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഹരിത അയൽക്കൂട്ടം, ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിച്ചതിലെ മികവ് എന്നീ അവാർഡുകളാണ് കട്ടപ്പന നേടിയത്. 2015 ജനുവരി 14 പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം കട്ടപ്പനയെ നഗരസഭയാക്കി ഉയർത്തി. 2015 നവംബറിൽ നഗരസഭയിലേക്ക് ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നു. ഇടുക്കി ജില്ലയിലെ രണ്ടാമത്തെ നഗരസഭയും സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈറേഞ്ച് നഗരസഭയുമാണ് കട്ടപ്പന. 10ാം വർഷത്തിലെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏറെ മാതൃകാപരമാവുകയാണ്. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ എന്ന സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ പരിപാടികൾക്ക് ഇടുക്കി ജില്ലയിൽ ഏറെ മുന്നിലാണ് കട്ടപ്പന നഗരസഭ. മികച്ച നഗരസഭയായി നമ്മുടെ കട്ടപ്പന നഗരസഭയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച അയൽക്കൂട്ടമായിട്ടും നമ്മുടെ കട്ടപ്പന നഗരസഭയെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൽ ജില്ലയിലെ മികച്ച നഗരസഭ, നഗരസഭാ തലത്തിൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, മികച്ച ഹരിത അയൽക്കൂട്ടം, ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിച്ചതിലെ മികവ് എന്നീ നേട്ടങ്ങളാണ് കട്ടപ്പന നഗരസഭ നേടിയത്. ഈ ശുചീകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന എൻഫോഴ്സ്മെന്റ് ടീമാണ്. ജില്ലയിലെ ഏറ്റവും നല്ല എൻഫോഴ്സ്മെന്റ് ടീമിനുള്ള പ്രവർത്തനം എന്നുള്ള അവാർഡും കട്ടപ്പന നഗരസഭയ്ക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ഈ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ശുചീകരണ തൊഴിലാളികളുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കട്ടപ്പനയ്ക്ക് ഹൈറേഞ്ചിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കട്ടപ്പനയ്ക്കുള്ള അഭിമാനമായിട്ട് ഞാനിത് വിലയിരുത്തുകയാണ്. നിലവിൽ ലഭിച്ച നേട്ടങ്ങളും ഉപഹാരങ്ങളും വരും വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുമെന്നാണ് പ്രതീക്ഷ. പിന്നെ നമ്മുടെ നഗരത്തിൻ്റെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നഗര ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വളരെ മികച്ച പ്രവർത്തനം, അതായത് അവർ എക്സ്ട്രാ ടൈമിൽ കൂടെ ജോലിയെടുത്ത് നമ്മുടെ നഗരത്തെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ അവരേർപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ശുചീകരണ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിൻ്റെയും മികച്ച പ്രവർത്തനത്തിലൂടെയാണ് ഇത്തരത്തിലൊരു അംഗീകാരത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞത്. നമ്മൾ പൂർണ്ണ തോതിലേക്ക് ഇനിയും നമ്മൾ ഒത്തിരി മുന്നേറുവാനുണ്ട്. ഏതായാലും വരും വർഷങ്ങളിൽ നമ്മൾ ആ മികച്ച നഗരസഭയെ ഏറ്റവും മികച്ച രീതിയിലേക്ക് ഇനിയും ഉന്നതിയിലേക്ക് ഉയർത്തുന്നതിന് ഈ അവാർഡ് ഒരു പ്രചോദനമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നഗരസഭയിലെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് നേട്ടങ്ങളിലേക്ക് നയിച്ചത്. മാലിന്യ നിക്ഷേപത്തിനെതിരെ കൂടുതൽ നടപടികളും ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങളും നടത്തും. വരും വർഷങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭ ഇനി നടത്താൻ പോകുന്നത്.